അർജുൻ, വയനാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയത് 150 കോടി. ഈ 150 കോടിയിൽ ഒരുപാട് പ്രതീക്ഷ വച്ച നിരവധി പേരുണ്ട്. വയനാടുള്ളവർ തന്നെ, കാരണം വീട് നഷ്ടപ്പെട്ടവർ, ജീവിതം നഷ്ടപ്പെട്ടവർ, ബന്ധുക്കളെയും ഉറ്റവരെയും നഷ്ടപ്പെട്ടവർ, അവർക്കിനി മുന്നോട്ട് ജീവിക്കണം. ഇന്നലെ സർക്കാർ ഈ 150 കോടിയിൽ എത്ര വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു. സത്യത്തിൽ ആ കണക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതായത് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കുന്നത് 6 ലക്ഷം രൂപയാണ്. അംഗവൈകല്യം വന്നവർക്ക് കൊടുക്കുന്നത് 7,500. ഇനി 75,000. ഇനി കുറഞ്ഞ അംഗവൈകല്യമാണെങ്കിൽ 50,000. പിന്നെ ഈ വീടില്ലാത്തവർക്ക് വീട് എടുത്ത് താമസിക്കുക, അതിന് 6,000 വാടക. ഇതിൽ SDRF ആണ് 4 ലക്ഷം കൊടുക്കുന്നത്. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം, അങ്ങനെയാണ് 6 ലക്ഷം. സത്യത്തിൽ ഈ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വാഹനം പിടിച്ച ആൾക്ക് 10 ലക്ഷമോ 25 ലക്ഷമോ എങ്ങാണ്ടൊക്കെ കൊടുത്തത്. അത്ര പോലും ഒരു ദയാദാക്ഷിണ്യം വയനാട്ടിലുള്ള ജനങ്ങളോട് പിണറായി വിജയൻ കാണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് രാവിലെ ഞാൻ ഏതോ ഒന്നിൽ കണ്ടതാണ്, ബാക്കി തുക ഇയാൾ കൊണ്ടുവന്ന് വാക്കരിക്ക് വെച്ചേക്കാണോ എന്ന് ചോദിക്കും. കാരണം അത്ര ഗതികെട്ട് ജനം ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പറയുമ്പോൾ മിണ്ടിപ്പോകരുത്, കേസെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും സംഘങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്, സഹാക്കളും ഒക്കെയാണ്. ഇത്ര മതിയോ ഇവർക്ക് ജീവിക്കാൻ, ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം? തീർച്ചയായിട്ടും തന്നെയാണ്. ഞാൻ വളരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ പ്രഖ്യാപിച്ച ആ തുകയിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ മാത്രം ഒരു പ്രതിഷേധമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു വലിയ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ, ഒരിക്കൽ കണ്ണു നിറഞ്ഞിട്ടുള്ള ആയിരങ്ങളുടെ, പതിനായിരങ്ങളുടെ, ലക്ഷങ്ങളുടെ ഒരു തരത്തിലുള്ള പ്രതിഷേധമാണ്. ഒരു തരത്തിലും ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തുക അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഞാൻ ഇതിന് പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഡൽഹിയിൽ ഒരു ട്രെയിനിൽ വെച്ച് ഒരു അക്രമം നടന്ന് അതിൻ്റെ പേരിൽ ഒരു മുസ്ലിം നാമധാരി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. പശു കടത്തിയതിൻ്റെ പേരിൽ ട്രെയിനിൽ അക്രമം ഉണ്ടായി, മരിച്ചു എന്ന രീതിയിൽ, കൊല്ലപ്പെട്ടു എന്ന രീതിയിലായിരുന്നു ആദ്യം വാർത്ത വന്നത്. അത് പിന്നീട് ട്രെയിനിലെ സീറ്റ് തർക്കത്തെ തുടർന്ന് അടി ഉണ്ടായി, അങ്ങനെ ഒരു കൊല്ലപ്പെടലാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. എന്തായാലും പോട്ടെ, കൊല്ലപ്പെട്ടു അവിടെ. ആ സംഭവത്തിൽ അന്ന് കേരള ഹൗസിൻ്റെ ആ ഘട്ടത്തിൽ, ആ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരള ഹൗസിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഈ കുടുംബത്തെ കണ്ട് അവർക്ക് 10 ലക്ഷം രൂപയാണ് അന്ന് നൽകിയത്. ഓർക്കണേ, കേരളത്തിലല്ല, ആ ജീവന്റെ വില പോലും കേരളത്തിലല്ല, ട്രെയിനിൽ വെച്ച് തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സംഭവം, അല്ലെങ്കിൽ ഇത് തന്നെയാണെന്ന് അവരാരോപിക്കുന്ന സംഭവമാണെന്ന് തന്നെ വിചാരിക്കട്ടെ. ഈ സംഭവത്തിൻ്റെ പിന്നിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കുക എന്നുള്ള ആശയത്തിൻ്റെ പുറത്തായി അതിനുവേണ്ടി ഡൽഹിയിൽ കൊല്ലപ്പെട്ട ഒരാൾക്ക് വേണ്ടി അന്ന് കൊടുത്തത് 10 ലക്ഷം രൂപയാണ് കുടുംബത്തിന് കൊണ്ട് കൊടുത്തത്. ഓർക്കണേ, ആ ജീവൻ്റെ വില പോലും ആ ഡൽഹിയിൽ കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെട്ട ആ മുസ്ലിം നാമധാരിയുടെ ജീവൻ്റെ വില പോലും ഈ കേരളത്തിൽ മരിച്ചിട്ടുള്ള, വയനാട്ടിൽ മരിച്ചിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു നോക്കണം തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ എന്ത് നോക്കണം. അതേ സമയത്ത് ഏതെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആൾക്കാർക്കോ, അല്ലെങ്കിൽ ഇവരുടെ ഘടകകക്ഷിയുടെ, നേരത്തെ ഘടകകക്ഷിയുടെ നേതാവിന് പറയാൻ പാടില്ല എങ്കിലും ഘടകകക്ഷിയുടെ ഒരു നേതാവിന്റെ കുടുംബത്തിന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്ത സംഭവം ഉണ്ടായിരുന്നു, ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരുന്നു. അതെ, അത്തരത്തിൽ 100 കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഡൽഹിയിൽ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തത് നിലവിൽ 2 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. ബാക്കിയുള്ള തുക വേറെ പോട്ടെ, 6 ലക്ഷം രൂപയായിട്ടുള്ളൂ. ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിന്, ഒരാളുടെ മരണത്തിന് ഏറ്റവും ചുരുങ്ങിയത് 25 ലക്ഷം രൂപയെങ്കിലും അവർക്ക് നഷ്ടപരിഹാരമായി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഈ 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്ക് തുല്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എങ്കിലും അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ആത്മാവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 25 ലക്ഷം രൂപയെങ്കിലും കൊടുക്കുക എന്നുള്ളത്. ഞാൻ ചോദിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഈ 60% മുകളിൽ അംഗവൈകല്യം വന്ന ഒരു വ്യക്തി, 60% മുകളിൽ അംഗവൈകല്യം വന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യർ ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കും തന്നെയാണ്? ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ 75,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്നാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇത് അത് വെച്ച് അയാൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനം തുടങ്ങാൻ പറ്റുമോ? ഒരു ജീവനോപാധി ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ ഈ 75,000 രൂപ, 50,000 രൂപ, 60% താഴെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് ഈ 50,000 രൂപ, 50,000 രൂപയ്ക്ക് ഈ കാലത്ത് എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്?
2 പ്രാവശ്യം ആശുപത്രി കയറി ഇറങ്ങുമ്പോൾ പൈസ തീർന്നു. നല്ലൊരു പനി വന്നാൽ ഇപ്പൊ തീർന്നു 50,000 രൂപ. അതുപറ്റി അംഗവൈകല്യം, കുറഞ്ഞ അംഗവൈകല്യവും കൂടുതൽ അംഗവൈകല്യവും, ഈ തീവ്രത കുറഞ്ഞ പീഡനവും തീവ്രത കൂടിയ പീഡനവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കുറഞ്ഞ അംഗവൈകല്യം കൂടിയതും എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടെ പറയാതെ വയ്യ, ഇവരുടെ ഈ CPM-ന്റെ ഏതെങ്കിലും പാർട്ടി രക്തസാക്ഷികളുടെ കുടുംബത്തിലേക്ക് കോടികൾ പിരിച്ചു കൊടുക്കുന്നതിന്റെ 4/1 കൊടുക്കേണ്ടത്. കൊടുക്കണ്ടേ? പാർട്ടി രക്തസാക്ഷികൾ നമ്മൾ കുറവാക്കി പറഞ്ഞതല്ല, കൊടുക്കണ്ടേ? കൊടുക്കണം. ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു വരവ് സത്യത്തിൽ ചർച്ചയാകുന്നത്? കാരണം 2000 കോടിയാണ് നിങ്ങൾ ചോദിച്ചത്. 2000 അല്ല, നിങ്ങൾ എത്ര ചോദിക്കൂ ഞങ്ങൾ തരാം. ജനങ്ങളെ സുരക്ഷിതരാക്കൂ എന്ന് പറയുന്ന ഇടത്താണ് പിണറായി മോദി വ്യത്യസ്തരാവുന്നതെന്ന് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ 6 ലക്ഷം രൂപ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പലരുടെയും ശരീര ഭാഗങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. പലരും ഇപ്പോഴും മണ്ണിനടിയിലാണ്. ഏകദേശം 158 പേരോ 100-ൽ കൂടുതൽ പേരോ മണ്ണിനടിയിലുണ്ട് ഇപ്പോഴും. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ 150 കോടി അക്കൗണ്ടിൽ വന്നിട്ടും ഇനി കേന്ദ്രം 2000 കോടി കേന്ദ്രത്തോട് ചോദിച്ചിരിക്കുന്നു, കേന്ദ്രം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇനിയും ചിലപ്പോൾ കോടികൾ അക്കൗണ്ടിലേക്ക് ഒഴുകി എത്താൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ബാക്കിപ്പെടെ എന്ത് ചെയ്യാനായിരിക്കും? എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് 2000 കോടി രൂപ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് നമ്മുടെ കേരളത്തിൽ നടന്നുള്ള ഈ ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആംഗിളിൽ തന്നെ കാണേണ്ട കാര്യമാണ്. പ്രധാനമന്ത്രി ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലടക്കം തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ ദുരന്തത്തിൽ മരിച്ചവർക്കൊപ്പമാണ് ഞങ്ങൾ രാജ്യം മൊത്തം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യ സന്ദേശത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനെ ഒരു വൈഡ് ആംഗിളിൽ നോക്കിക്കാണാൻ, കേന്ദ്രത്തിൻ്റെ ഒരു ദേശീയ തലത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു ഗ്രാമമാണ് ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമത്തെ പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടി, അവിടെ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി 2000 കോടി രൂപയുടെ പാക്കേജ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു സ്ഥലവും അല്ലെങ്കിൽ ഇതെല്ലാം അടക്കം നശിച്ചു പോയത് ഒരു 20 ലക്ഷം രൂപ ആണെന്ന് കരുതുക. 20 ലക്ഷം രൂപേൻ്റെ ഒരു നാശനഷ്ടമാണ് ഒരാൾക്ക് ഉണ്ടായെന്ന് വയ്ക്കുക. ഏകദേശം ഒരു 500 കുടുംബങ്ങൾക്ക് അവിടെ ഇത്തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 500 × 20 ലക്ഷവും കൂട്ടിക്കഴിഞ്ഞാൽ പോലും ഈ 2000 കോടി എത്തില്ല. നമുക്ക് ഏറ്റവും വലിയ ബഡ്ജറ്റ് ഇട്ടാണ് ഞാൻ കൂട്ടി 20 ലക്ഷം. ഈ 20 ലക്ഷം എന്ന് പറയുന്നതൊന്നും കേന്ദ്രത്തിൻ്റെ കണ്ണിൽ അത്രയും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നിലവിലില്ല. നമുക്കിപ്പോഴും നമ്മൾ ഒരു വർഷകാലത്ത് ഒരു ദുരിതം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഒരു വാഴ നശിച്ചു കഴിഞ്ഞാൽ വാഴയ്ക്ക് 20 രൂപ 30 രൂപയാണ് ഈ സർക്കാരിൻ്റെ കണക്കിലുള്ളത്. ഒരു തെങ്ങ് പോയി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് നിർമ്മിച്ച് വെച്ച അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ നിന്നുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യം തന്നെ മരുമോൻ ആവശ്യപ്പെട്ടു 2000 കോടി രൂപ വേണമെന്ന്. അത് 2000 കോടി രൂപ കിട്ടുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഈ 2000 കോടി രൂപയിൽ എത്ര താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേന്ദ്രം കേരളത്തെ അവഗണിച്ചു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള ഒരു സ്ട്രാറ്റജി. അതായത് അപ്പോഴും ചൊറിയാൻ പറ്റുന്നത് BJP കിട്ടും, സംഘപരിവാർ കിട്ടും, മോദി കിട്ടും, പണി കൊടുക്കുക കേരളത്തിലെ ജനങ്ങളെ കൊണ്ട്. ഇപ്പോൾ മോദിക്ക് അനുകൂലമായി നിൽക്കുന്ന മോദി അവിടെ വന്ന സമയത്ത് ഏകദേശം 3 മണിക്കൂർ എന്ന് പറഞ്ഞു വന്ന് 5, 6 മണിക്കൂർ 7 മണിക്കൂർ അവിടെ നിന്ന് അവിടുത്തെ ആളുകളെ കണ്ണീരൊപ്പി, അവിടെ ജാതിയും മതവും നോക്കാതെ കണ്ണീരൊപ്പി പോയിട്ടുള്ള ആ നരേന്ദ്രമോദിയെ ഈ ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും താറടിച്ച് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ മരുമോനെ ഈ 2000 കോടി എന്ന് പറഞ്ഞ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആ പാക്കേജ് കൊടുക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മിറാക്കിളാണ്. അത് നരേന്ദ്രമോദിക്ക് കേരളത്തോട് എത്രമാത്രം സ്നേഹമുണ്ട് അല്ലെങ്കിൽ സ്നേഹം കൂടുതലുണ്ട് എന്ന് പറയുന്നത് മിറാക്കിളാണ്. ഇനി അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൊടുത്താൽ എന്ത് സംഭവിക്കുക, അതിന് മുക്കാൻ സാധ്യത വളരെ കുറവാണ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്രത്തിന് കൊടുക്കുന്ന ഫണ്ടിന് കൃത്യമായി ഓഡിറ്റ് നടത്താനുള്ള സംവിധാനം കേന്ദ്രത്തിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അത് കൃത്യമായി കൊടുക്കുന്ന പണത്തിന് ഓഡിറ്റ് നടത്തി വർഷാവർഷം അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുക്കാത്തതുകൊണ്ട് കേന്ദ്ര ഫണ്ടുകൾ പലപ്പോഴും വൈകുന്നത്. പക്ഷെ അവരത് പറയുന്നത് കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ടില്ല. നേരത്തെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മുടെ ആരോഗ്യവകുപ്പിന് ഇത്ര ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആദ്യം കൊടുത്ത പണത്തിന് ചെലവാക്കിയ പൈസ കണക്ക് കാണിക്കുക അത് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും മുക്കാൻ പറ്റില്ല. മുക്കിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇവർ അധോഗതി ദുഃഖവെള്ളിയും ഒരു ദിവസം തിന്നണം. ഇപ്പോൾ ഇവിടെ 2000 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയോ? മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സമാനമായിട്ടുള്ള ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും കൊടുക്കണം, ഇവിടുത്തെ അതേ റേഷ്യോ വെച്ചിട്ടുള്ള ഫണ്ട് കൊടുക്കേണ്ടി വരും.
അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10,000-20,000 കോടി രൂപ ഇത്തരത്തിൽ ദുരന്തത്തിൻ്റെ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാൻ വേണ്ടി തന്നെ കേന്ദ്രം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അത്തരം ഒരു കാര്യത്തിലേക്ക് പോകില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിനോട് കാണിക്കുന്ന എത്രമാത്രം മോദി സ്നേഹമുണ്ട്, മോദി അവിടെ നിന്നതിന് എത്രമാത്രം ഗുണമുണ്ടായി എന്ന് നമുക്ക് കാണാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുക ഒരു തരത്തിലും പര്യാപ്തമല്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരുപാട് സംഘടനകൾ, NGOകൾ, വ്യക്തികൾ ഒക്കെ വീടുകൾ അനുവദിച്ചിട്ടുണ്ട്, അവർക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. വീട് നൽകാമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം ഏകദേശം വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞവരുടെ കണക്കനുസരിച്ച് ഒരു 1,500 വീടെങ്കിലും ഉണ്ടാക്കേണ്ട ഒരു കണക്കിലേക്ക് എത്തിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ കണക്കല്ല എങ്കിൽ കൂടിയും ഒരു 1,500 വീടിൻ്റെ അടുത്ത് തന്നെ എത്താൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഇത് കണക്കാക്കുന്നത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട് വെച്ച് കൊടുക്കും, അവർ ജോലി കൊടുക്കും, അവർ പലർക്കും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഈ ഒരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ ദുരന്തം സംഭവിച്ചു, ഈ ദുരന്തത്തെ തുടർന്ന് പൊതുജനങ്ങളുടെ ഇത് ഞങ്ങളുടെ കൂടി കടമയാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുണ്ട്. അവരിവരെ കൂടെ ചേർത്ത് നിർത്തും. ആ ചേർത്ത് നിർത്തുന്ന ഘട്ടത്തിൽ സർക്കാരിന് വലുതായി ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ട് ഈ ചെറിയ പൈസ കൊടുത്തുകൊണ്ട് അവരെ മാറ്റിക്കഴിഞ്ഞാലും അവർക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രൈവറ്റ് ആളുകളുടെ അടുത്തുനിന്നും NGOകളുടെ അടുത്തുനിന്നും വേണ്ട തരത്തിലുള്ള സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് അവര് സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആവശ്യമായി പ്രതിഷേധവുമായി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഒരിക്കലും സർക്കാരിന്റെ മുന്നിലേക്ക് ഇപ്പോൾ സ്നേഹത്തിന്റെ കുടുംബം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കിടക്കുന്നത് പോലെ കിടക്കാൻ വേണ്ടി വരില്ലെന്നുള്ള ഒരു വിശ്വാസമാണ് പിണറായിക്കും സംഘത്തിനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധന്യ. അതുകൊണ്ട് ഞാൻ പറയുന്നു, മരിച്ചവരുടെ കുടുംബത്തിന് 150 കോടിയിൽ നിന്ന് ഏറ്റവും ചുരുക്കിയത് 25 ലക്ഷമെങ്കിലും കൊടുത്ത് 10 ലക്ഷമെങ്കിലും കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ഈ അതും വെറും 2 ലക്ഷമാണ്. എന്റെ പോയിന്റ് അത് തന്നെയാണ്. ട്രെയിനിൽ അടിയുണ്ടാക്കി കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കേരള സർക്കാരിന്റെ ഫണ്ടായിട്ട് പിണറായി വിജയനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരിച്ചവരോട് കാണിക്കുന്ന എത്രത്തോളം അനീതിയാണ്. അനീതി എന്ന് പറഞ്ഞ പോരാ, അവരെ അവഗണിക്കലാണ്, അവരെ പുച്ഛിക്കലാണ്. അവരുടെ മരണം നമ്മുടെ കൂടെ ഒപ്പമുണ്ട് എന്ന് പറയുന്നത് വെറുതെയാണ് എന്നുള്ളത് പിണറായി തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. തീർച്ചയായും.